ഇപ്പൊ എയിംസിന്റെ കാര്യം 2015 27 എയിംസ് കൂടി ഇന്ത്യയിൽ വരും. 28 അന്ന് 29 സംസ്ഥാനമാണ്. നമുക്ക് 2-3 എയിംസ് അന്നുണ്ട്. അന്ന് 29 സംസ്ഥാനങ്ങളാണ്. ഇപ്പൊ 28 സംസ്ഥാനവും 8 യൂണിയൻ ടെറിട്ടറികളുമാണ്. അത് ദാമൻ ദിയു നഗർ ഹവേലി എന്ന് പറയുന്നത് ഒന്നാക്കുകയും ചെയ്തു. പക്ഷെ ലഡാക്കും വന്നു, കശ്മീറും വന്നു. അപ്പോ ഇത്രയും എയിംസ് വരുമോ എന്നറിയത്തില്ല. ഇപ്പോ 23 ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആ ബാക്കി 5-ൽ നമ്മളുണ്ട്. വാക്ക് തരിക. ഞാനത് നേരത്തെയും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ നല്ലതുപോലെ ടൈറ്റ് ക്ലോസിൽ ഒപ്പിച്ചു വെച്ചെടുത്തോളൂ. ഒരു എയിംസ് കേരളത്തിൽ തറക്കല്ലെങ്കിലും ഇടാതെ അടുത്ത ഇലക്ഷന് ഞാൻ കാൻഡിഡേറ്റ് ആയിട്ടും വരത്തില്ല. വോട്ട് അഭ്യർത്ഥിക്കാൻ ഒരാൾക്ക് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി വരില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ് സംവിധാനത്തോട്, അതാണ് കണ്ടീഷൻ. 2016 മുതൽ ഞാൻ രാജ്യസഭയിലുള്ളപ്പോൾ മുതൽ ഒരു കാരണവശാലും ഒരിടത്തും കൊടുക്കരുത്, ആലപ്പുഴയ്ക്ക് തന്നെ എയിംസ് കൊടുക്കണമെന്ന്. ഇവിടെയെങ്കിലും നിങ്ങൾ അത് ഉടനെ ഫോറൻസിക് ലാബ് ആക്കല്ലേ. ഒരുപാട് പേര് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളണം. കറക്റ്റ് ചെയ്യാണ് ഞാൻ, തെറ്റ് ചെയ്തു എന്ന് ആരോപിക്കുകയല്ല. 2016 മുതൽ രാജ്യസഭയുടെ ഫ്ലോറിൽ നിന്നുകൊണ്ട് അഡ്ജേൺ ചെയ്ത സമയത്ത്, വെല്ലിലിറങ്ങിയ പ്രതിപക്ഷത്തിനെ ഇറക്കി വിട്ട് അഡ്ജേൺ ചെയ്ത സമയത്ത് നഡ്ഡാജിയോട് പറഞ്ഞാണ്. 19 ഇലക്ഷൻ വരെ നഡ്ഡാജിയായിരുന്നു ആരോഗ്യമന്ത്രി. ഓരോ വർഷവും ബഡ്ജറ്റ് വരുമ്പോൾ ആലപ്പിയില്ല എന്നാണ് നഡ്ഡാജി പറഞ്ഞത്. ഞാൻ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ എന്റെ മകനുമായി വേണം, മകനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് എന്റെ കൂടെ വന്നു. ഗൂഗിൾ അദ്ദേഹത്തെ കണ്ട് അഭ്യർത്ഥിച്ചത്, സ്ഥലവും കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. ഒരു ഹെലികോപ്റ്റർ ഒന്ന് വാടകയ്ക്കെടുത്ത് മുഖ്യമന്ത്രി എന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ ഉദയ സ്റ്റുഡിയോ നിൽക്കുന്ന ആ സ്ട്രെച്ചിൽ മണൽക്കാടുകളാണ്, കൈതക്കാടുകളാണ്. കൈതക്കാടുകൾ ഉണ്ടാക്കുന്ന ആ ജലക്കെട്ടുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അറിയാവില്ല. ഇത് ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് സ്പേസ് നമ്മൾ പുതുതായി നിർമ്മിച്ച് അവിടുത്തെ ആവാസം ഷിഫ്റ്റ് ചെയ്താൽ നമുക്കൊരു 300 ഏക്കർ ഇവിടെ കിട്ടും. ബാക്കി 300 ഏക്കർ കൂടി സർക്കാർ സമാഹരിച്ചാൽ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അത് ഇന്ന് 0 ആണ്. ആലപ്പുഴയിലെ റെന്റൽ എത്രയാണ്? അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മൂല്യം എത്രയാണ്? നമുക്ക് ആലപ്പുഴ ജില്ലയും കൂടി ഏറ്റവും വലിയ ജില്ലയാണ്. ജനസാന്ദ്രത മലപ്പുറത്താണ്, പക്ഷെ ഏറ്റവും വലിയ ജില്ല ആലപ്പുഴയാണ്. എന്താണ് ആലപ്പുഴയുടെ ഒരു അവസ്ഥ? ഈ കമ്മ്യൂണിസ്റ്റ് സമരങ്ങൾ നശിപ്പിച്ച ഒരു ജില്ലയാണ്. അല്ലെങ്കിൽ എന്താ പറഞ്ഞിരുന്നത്? വെനിസ് ഓഫ് ദി ഈസ്റ്റ്. എന്നാ വെനിസിന് പകരം ഏത് വാക്കാ അവിടെ ഇടണ്ടോ? ഉയർപ്പ് വേണ്ടേ? കേരളത്തിലെ 14ാമത്തെ ജില്ലയാണെന്ന് പോലും പറയാനുള്ള യോഗ്യത നമ്മൾ അതിന് വളർച്ചയിലൂടെ നൽകിയില്ല. ഒരു എയിംസ് വരുന്നതോടുകൂടി ഞാൻ വിചാരിക്കുന്നത് ആലപ്പുഴ ഈ പറഞ്ഞ പ്രദേശത്തുനിന്ന് എസൽപുര, മുഹമ്മ, അവിടുന്ന് വൈക്കം കായലിന് കുറുകെ ഒരു 4 വരി ബ്രിഡ്ജ് വരുമെങ്കിൽ കുമരകത്തെ ടൂറിസം വലുതാവും. അവിടുന്ന് കോട്ടയം വന്നാൽ കോട്ടയത്ത് നിന്ന് മുണ്ടക്കയം, കുട്ടിക്കാനം, വണ്ടിപ്പെരിയാർ, കമ്പം, തേനി, മധുരൈ 3.5 മണിക്കൂർ കൊണ്ട് മധുരയിൽ നിന്ന് എയിംസിലെത്താൻ പറ്റും. എയിംസിലെത്താൻ വേണ്ടി മാത്രമാണോ ഇത് നിർമ്മിക്കപ്പെടുന്നത്? വികസനമെന്ന് പറയുന്നതിന്റെ ഒരു എന്താണ് നൽകൽ, അതിന്റെ അനുഗ്രഹം എന്ന് പറയുന്നതാണ് വർഷിക്കപ്പെടാൻ പോകുന്നത്. ഇത് തന്നെയാണ് മനസ്സിലുള്ളത്. ഒരു 50 ഫ്ളാറ്റുകളെങ്കിലും അവിടെ വരും. കാരണം ഇത്രയും വരുമ്പോഴേക്കും ഇവിടെ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾക്കുള്ള ഹോം സ്റ്റേ ഫെസിലിറ്റീസ് എല്ലാം ഇപ്പം അവിടെ കിടക്കുന്ന പല വീടുകളുടെയും പായൽ കെട്ടി പൊളിഞ്ഞു വീടാറായി നിൽക്കുന്ന വീടുകൾക്ക് 20 ലക്ഷം രൂപ മുദ്രാ ലോണാണ്. ഓരോ അച്ഛനും അമ്മയും ആ ലോൺ എടുത്ത് ആ വീടിന്റെ കൂടെ ഒരു 2-3 ബെഡ്റൂം പണിതാൽ ഹോം സ്റ്റേസ് വലുതാണ്. ടൂറിസത്തിന് ഇത് ഓഫ് സീസണിൽ ഉപയോഗിക്കാൻ പറ്റും. ഏത് വിദ്യാഭ്യാസത്തിന് ഹോളിഡേയ്സ് ഉള്ള കാലഘട്ടങ്ങളിൽ ടൂറിസം സീസൺ ആണെങ്കിൽ ഓഫ് സീസണായി പ്രഖ്യാപിച്ച് ടൂറിസത്തിന് അത് ഉപയോഗിക്കാൻ പറ്റും. കുട്ടനാടിന്റെ സീ ലെവലിന് താഴെ നിൽക്കുന്ന നമ്മുടെ റൈസ് ബോൾ
കുട്ടനാട്ടിലെ കൃഷിക്ക് വേറെ പലതരത്തിലുള്ള ഇന്ന് നമുക്ക് ഈ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നതാണ് മറ്റെല്ലാ രാജ്യങ്ങളിലും. ഇന്ത്യയിൽ അത് വളരെ വ്യാപൃതമായി വന്നിട്ടില്ല. മൈക്രോ ഗ്രീൻസ് അതിന്റെ ഒരു കൃഷി ഉൽപാദനം എന്ന് പറയുന്നതൊക്കെ കുമരകത്തെ മണ്ണ് അതിന് വളരെ ഫേവറബിൾ ആണ്. അതുപോലെ തന്നെ വെള്ളം കയറി കിടക്കുന്ന കുട്ടനാടൻ പ്രദേശങ്ങളിലെ മണ്ണ് വെള്ളം നീങ്ങി അതിന്റെ നീര് വറ്റാതെ ആ മണ്ണ് അതിന് ഉപയോഗപ്രദമാണ്. അപ്പൊ ഒരു എയിംസ് വരുന്നതോടുകൂടി കേരളത്തിന്റെ തലയിലെടുത്ത് ആലപ്പുഴയിലൂടെ ഗണ്യമായ രീതിയിൽ വർണ്ണശബളമാക്കാൻ നമുക്ക് സാധിച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ജന്മം കൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിനും നൽകാൻ പറ്റുന്ന ഒരു ട്രിബ്യൂട്ടായിരിക്കും, ഒരു പുണ്യമായിരിക്കും ആ ശ്രമം, അതിൻ്റെ വിജയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.